പ്രൈസ് ദ ലോർഡ്. ഹിൽ ടോപ്പ് മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെർഗമോസിലുണ്ടായിരുന്ന സാത്താൻ്റെ സിംഹാസനം എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിന് കമൻറ്റ് ബോക്സിലൂടെയും വാട്സാപ്പിലൂടെയും പലരും ഉത്തരം നൽകാൻ ശ്രമിച്ചു. നിങ്ങളുടെ എഫേർട്ടിന് നന്ദി. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നതിനായി ഈ പുതിയ വീഡിയോ നമുക്ക് കാണാം. പെർഗമോസിലെ പുരാതനമായ സാത്താൻ്റെ സിംഹാസനം ഖനനം ചെയ്ത പര്യവേഷകന്റെ പേര് കോൾ ഹ്യൂമാൻ എന്നായിരുന്നു. പെർഗാമം ഓൾട്ടറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. ആധുനിക കാലത്തെ തുർക്കി എന്ന രാജ്യത്തായിരുന്നു ഈ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. ഈ പുരാതന നിർമ്മിതിയുടെ കണ്ടെടുക്കപ്പെട്ട അവശിഷ്ടങ്ങൾ കോൾ ഹ്യൂമാൻ തുർക്കി ഗവൺമെന്റിന്റെ അനുവാദത്തോടെ തന്റെ ജന്മദേശത്തേക്ക് അയച്ചുകൊടുത്തു. പെർഗാമം ഓൾട്ടറിന്റെ ഭാഗങ്ങൾ അവിടെ എത്തിച്ചേർന്നത് 1871 ആയിരുന്നു. തുടർന്ന് അത്ഭുതകരമായ ചില സംഭവ വികാസങ്ങൾ അവിടെ നടന്നു. അതുവരെ പല മേഖലകളായി ചിതറപ്പെട്ട് കിടന്നിരുന്ന ഭൂപ്രദേശങ്ങളെല്ലാം ഏകീകരിക്കപ്പെട്ടു. തൽഫലമായി ശക്തമായ ഒരു രാഷ്ട്രം അവിടെ ഉടലെടുത്തു. തുടർന്ന് ലോകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുവാനുള്ള ശക്തിയും സ്വാധീനവും ആ രാജ്യത്തിനുണ്ടായി. ആ രാജ്യമായിരുന്നു ജർമ്മനി. ജർമ്മനിയുടെ ഉദയം ഫ്രാൻസ്, ഇംഗ്ലണ്ട്, റഷ്യ തുടങ്ങിയ യൂറോപ്യൻ ശക്തികളെ ഭയപ്പെടുത്തി. പിന്നീട് ലോകം കണ്ടത് ജർമ്മനിയുടെ കുതിച്ചു കയറ്റമായിരുന്നു. 1878 ആയപ്പോൾ തുർക്കിയിലെ പെർഗമോസിൽ കൂടുതൽ ഖനനങ്ങളും പര്യവേഷണങ്ങളും നടക്കുവാൻ ആരംഭിച്ചു. തൽഫലമായി പെർഗമോസിലെ സാത്താൻ്റെ സിംഹാസനമായിരുന്ന ഓൾട്ടർ ഓഫ് സിയസിൻ്റെ മുഴുവൻ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇവയെല്ലാം തന്നെ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലേക്ക് അയച്ചുകൊടുത്തു. എന്നാൽ ഇതേ വർഷം തന്നെ ജർമ്മനിയിൽ മറ്റൊരു പ്രക്രിയ അരങ്ങേറുവാൻ ആരംഭിച്ചു. ആന്റിസെമിറ്റിസം അഥവാ ജൂതവിരോധം ആയിരുന്നു അത്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ജൂതന്മാർ ഇതിനകം ലോകം മുഴുവനും എത്തപ്പെട്ടിരുന്നു. യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലും ദശലക്ഷക്കണക്കിന് ജൂതന്മാർ പാർത്തിരുന്നു. യൂറോപ്പിൽ ജൂതന്മാർ നേടിയെടുത്ത ഉയർച്ചയും സാമ്പത്തിക പുരോഗതിയും ജർമ്മൻ ജനതയെ അസ്വസ്ഥരാക്കി. ജർമ്മൻകാർ ജൂതന്മാരെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുവാൻ ആരംഭിച്ചു. ഇത് ക്രമേണ അവരെ കടുത്ത ജൂതവിരോധത്തിലേക്ക് നയിച്ചു. അങ്ങനെ 1878 സാത്താൻ്റെ സിംഹാസനത്തിൻ്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ ജർമ്മനിയിലെത്തിയ വർഷം അവിടെ ജൂതവിരോധം അഥവാ ആന്റിസെമിറ്റിസം ആരംഭിച്ചു. ഒടുവിൽ 1889 ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ ഓൾട്ടർ ഓഫ് സിയസിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി. ആ വർഷം തന്നെ ആ രാജ്യത്ത് ഒരു മനുഷ്യൻ ജനിച്ചു. പിൽക്കാലത്ത് യൂറോപ്പിനെ മാത്രമല്ല മുഴു ലോകത്തെ തന്നെയും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു ആ മനുഷ്യൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധം ജർമ്മനിയെയും ബെർലിനെയും കേന്ദ്രീകരിച്ചായിരുന്നെങ്കിലും സാത്താൻ്റെ സിംഹാസനമായ ഓൾട്ടർ ഓഫ് സിയസ് അതിനെ അതിജീവിച്ചു. അതിനുശേഷം 1930 ബെർലിനിലെ പെർഗാമം ഓൾട്ടർ പൊതുജനത്തിനായി തുറന്നുകൊടുത്തു. ജനം ഈ ഓൾട്ടർ സന്ദർശിക്കുവാൻ ആരംഭിച്ചു. തൽഫലമായി അതുവരെ താരതമ്യേന ചെറുതായിരുന്ന ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയ പാർട്ടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായി വളർന്നു. ജർമ്മൻ ദേശീയതയും ജൂതവിരോധവുമായിരുന്നു ഈ പാർട്ടിയുടെ മുഖമുദ്ര. തുടർന്ന് ജർമ്മൻ ചാൻസലർ എന്ന പദവിയിലേക്ക് ഹിറ്റ്ലർ ഉയർന്നത് ശരവേഗത്തിലായിരുന്നു. അധികം താമസിയാതെ ആ മനുഷ്യൻ ജർമ്മനിയുടെ അതിഭീകരനായ സ്വേച്ഛാധിപതിയായി മാറി. ഇതിന് ഹിറ്റ്ലറെ സഹായിച്ചത് സാക്ഷാൽ സാത്താൻ തന്നെയായിരുന്നു. ആ ചരിത്രം അടുത്ത എപ്പിസോഡിൽ
നമുക്ക് കാണാം. അതുവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.